കരുനാഗപ്പള്ളി പേരുകേട്ട കുപ്രസിദ്ധ പട്ടണമാണെന്ന് നമുക്കറിയാം. പട്ടാപ്പകൽ ഗുണ്ടാ നേതാവ് വെട്ടിക്കൊന്ന സംഭവമൊക്കെ അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ കുഴിമന്തി മൻസിലിൽ ഒരു കലാപരിപാടി നടന്നു. കലാപ്രകടനം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ആ ഹോട്ടലിനകം അങ്ങ് തല്ലി തകർക്കുകയാണ്, നിന്നടിച്ചു പൊട്ടിക്കുകയാണ്. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെ അദ്ദേഹം എല്ലാം അടിച്ചു പൊട്ടിച്ചു. നാട്ടുകാരുടെ കയ്യേറ്റം ഏറ്റുവാങ്ങി നിലത്ത് വീണു. പിന്നീട് അദ്ദേഹം നടന്ന് പോകുന്നുമുണ്ട്. അദ്ദേഹം എന്ന് വിളിച്ചത് അല്പം ബഹുമാനത്തോടെ തന്നെയാണ്. അദ്ദേഹം മദ്യലഹരിയിലായിരുന്നോ ഇനി വേറെ ഏതെങ്കിലും രാസലഹരി ഇഞ്ചക്ട് ചെയ്തിരുന്നോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ എന്താണ് ചെയ്യുക? ഇത്തരത്തിലൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലുകാരെ വിളിച്ചു തിരക്ക് എന്താണ് സംഭവിച്ചത്. ഹോട്ടലുകാരൻ പറയും ഇങ്ങനെ ഒരുത്തൻ അടിച്ച് പാമ്പായി വന്ന് എല്ലാം അടിച്ചു പൊട്ടിച്ചു എന്ന് പറയും. പോലീസിനെ വിളിക്കും. ശരിയാണ്, പോലീസ് പറയും അയാളെ പിടികൂടി, അയാളുടെ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ നടത്തി. പക്ഷെ അയാൾ കുറേ രൂപയുടെ നാശനഷ്ടം ആ ഹോട്ടലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്യും. വാർത്ത നൽകുന്ന ആരായാലും അവിടെയുള്ള പ്രാദേശിക ലേഖകനായാലും രണ്ടു കൂട്ടരെയും വിളിച്ചന്വേഷിക്കും. ഈ മദ്യലഹരിയിലായിരുന്ന പ്രതി ചേർക്കപ്പെട്ട യുവാവ് പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പരൊന്നും നമുക്ക് പെട്ടെന്ന് പോലീസുകാർ തരില്ലല്ലോ. പ്രതിയുടെ വീട്ടുകാരെ ഒന്ന് വിളിച്ച് ചോദിക്കണം, സാറേ ഒരു നമ്പർ തരുമോ എന്ന് ചോദിച്ചാൽ ഒരു പോലീസുകാരും നമ്പർ തരില്ല. അതെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും പ്രതികളുടെ ബന്ധുക്കളെ വിളിച്ചു ചോദിക്കാൻ പത്രമാധ്യമ പ്രവർത്തകർക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്പർ ലഭിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖനായ പ്രതിയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ പോലീസുകാർ സഹായിച്ചേക്കാം. ഇത്തരം സംഭവങ്ങളിലൊന്നും പോലീസുകാരൊന്നും കൊടുക്കുകയില്ല. പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, അതുകൊണ്ടാണ് നമ്മൾ പ്രതിയുടെ വെർഷൻ ഇല്ലാതെ വാർത്ത കൊടുക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ നടത്തിയ കലാപരിപാടികളുടെ വീഡിയോ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടല്ലോ, അത് മുഴുവനൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഒരുപക്ഷെങ്കിൽ മദ്യപിച്ചിരിക്കാം? എന്തു വന്നാലും നടന്നു പോകുന്നതും സംഗതികൾ അടിച്ചു പൊട്ടിക്കുന്നതും ഒരുമാതിരി ലക്കും ലഗാനുമില്ലാത്ത അവസ്ഥയിലാണ്. അത് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടതും. ആ വീഡിയോയാണ് ഞങ്ങൾ വാർത്തയായി കൊടുത്തത്. ഞങ്ങൾ മാത്രമല്ല, മിക്കവാറും കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഫോൺ സംഭാഷണം വന്നു. ശരിയാണ്, അത് പ്രതിയുടെ ബ്രദർ എന്ന് പരിചയപ്പെടുത്തിയാണ് ഒരാൾ വിളിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ പ്രതി ചേർക്കപ്പെട്ട യുവാവ് വിദേശത്ത് വെൽ സെറ്റിൽഡ് ആയിരുന്നു. അതെ, ആയിക്കോട്ടെ. സെറ്റിൽഡായ അയാൾക്ക് അവിടെ കുറേ സാമ്പത്തിക ബാധ്യതയുണ്ടായി. കുറേ ആളുകൾ പൈസ വാങ്ങിക്കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ കടക്കാരനാക്കി. അങ്ങനെ അവിടുത്തെ തൊഴിലൊക്കെ നഷ്ടമാകുന്ന സ്ഥിതി വന്നു. അങ്ങനെ മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായി. വളരെ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്ന സംഭവമാണ്. നല്ല നിലയിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരന് സങ്കടകരമായ ഒരവസ്ഥ. നാട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചു. പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗൾഫിലെ വിശേഷം അറിഞ്ഞപ്പോൾ പെണ്ണ് വീട്ടുകാർ മുങ്ങി എന്ന് പറയുമ്പോൾ വാക്കർത്ഥം എടുക്കരുത്, അവർ മുങ്ങിക്കളഞ്ഞു എന്നല്ല, കല്യാണം നടത്തി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയും അടുത്ത തിരിച്ചടി കിട്ടി. വീണ്ടും ഡിപ്രഷൻ. അങ്ങനെ 2 ഡിപ്രഷൻ കൂടി ആയപ്പോൾ ഈ പാവം ചെറുപ്പക്കാരനെ വീട്ടുകാർ NS ആശുപത്രിയിൽ കൊണ്ടു കാണിച്ചു. അങ്ങനെ മാനസിക പിരിമുറുക്കത്തിനോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന്, മാനസിക പ്രശ്നത്തിന് മരുന്ന് കഴിക്കുന്നു എന്നാണ് ഈ ജ്യേഷ്ഠ സഹോദരൻ വെളിപ്പെടുത്തുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ശബ്ദ സംഭാഷണങ്ങൾ കൂടി ഞങ്ങൾ കേൾപ്പിക്കുകയാണ്. കേട്ടു നോക്കുക. നിങ്ങൾ അവനെക്കുറിച്ച് കുറെ അങ്ങേയറ്റത്തെ മാധ്യമക്കാരി അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മൊത്തം വസ്തുതാനിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പേര് നിങ്ങളെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു വാർത്ത കൊടുക്കണം. അവന് ഒരു ജോലിയുള്ളൊരു പയ്യനാണ്. അവൻ വിദേശത്തായിരുന്നു. അവൻ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് അവനൊരു വിവാഹം ഉറപ്പിച്ച് ആ വിവാഹത്തിൽ നിന്നും വിവാഹം തെറ്റി മാറിയതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഗൾഫിൽ വെച്ചിട്ട് അവൻ്റെ കുറച്ച് ക്യാഷ് പോയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവന് ഇച്ചിരി മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിട്ടുണ്ട്. അവൻ ഒരു 2 മാസത്തിന് മുന്നേ ഇതേവണക്ക് വീട് വിട്ടുപോയി. അവനെ വയനാട് വെച്ച് പിടിച്ച് കോഴിക്കോട് കൊണ്ടു തന്ന് അവിടുന്ന് ഞങ്ങൾ പോയി കൊണ്ടുവന്നതാണ്. അവൻ മദ്യപിച്ചിട്ടില്ല, മദ്യപിക്കാറില്ല, മറ്റ് രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാറുമില്ല. ഇന്നലെ രാത്രി തന്നെ കരുനാഗപ്പള്ളി പോലീസ് അവൻ്റെ മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആൽക്കഹോളിക് ആണോ എന്നുള്ളതിൻ്റെ. അതിനകത്ത് അവൻ ആൽക്കഹോളിക് അല്ല. ഇന്ന് അവൻ മറ്റെന്തെങ്കിലും രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെയും ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ്. ഈ ശബ്ദ സംഭാഷണം വ്യക്തമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എന്ന് പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരൻ്റെ ശബ്ദമാണ് ഞങ്ങളിതാ കേൾപ്പിച്ചത്.
ശരിയാണ്, അദ്ദേഹത്തിന് ആരോപണം നമ്മളിങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി വാർത്ത കൊടുക്കുകയാണോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. പോലീസുകാരും പ്രതികളുടെയോ പ്രതികളുടെ ബന്ധുക്കളുടെയോ നമ്പരൊന്നും പ്രത്യേകിച്ച് ഓൺലൈനുകാർക്കൊന്നും കൊടുക്കുകയില്ല. കാരണം ഓൺലൈനുകാർ വാർത്ത കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഉടനെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ പറയും കച്ചവടത്തിനാണ്, ഒത്തുതീർപ്പിന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ ഓൺലൈനുകാരെ കൊടുക്കാൻ വേണ്ടി വമ്പന്മാർ വരെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഓൺലൈനുകാർക്ക് ആരും നമ്പർ കൊടുക്കില്ല. ഓൺലൈനുകാർ നമ്പർ കിട്ടിയാലും അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നതും കുറവായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ നടന്നത് അവിടെ നിന്ന് വീഡിയോ കിട്ടി, എല്ലാവരും കൊടുത്തു, ഞങ്ങളും കൊടുത്തു. അപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ നിങ്ങളുടെ ശബ്ദ സംഭാഷണവും കൊടുത്തു. അപ്പോൾ കാര്യം എന്താണ് എന്ന് പോലീസ് അന്വേഷിക്കും. പോലീസ് അന്വേഷണത്തിൻ്റെ പരിസമാപ്തി എന്താണ്, പോലീസ് എന്താണ് ഫൈൻഡ് ചെയ്തതെന്ന് ഞങ്ങൾ അന്വേഷിക്കും. ആ വാർത്തയും ഞങ്ങൾ കൊടുക്കും. ഇക്കാര്യത്തിൽ സ്നേഹത്തോടെ ഇക്കാര്യം ഈ ബന്ധുക്കളെയും അറിയിക്കുകയാണ്.